സുജയ പാർവതി റിപ്പോർട്ടർ ചാനലിൽ നിന്നും പുതുതായിട്ട് വരുന്ന ബിഗ് ടിവിയിലേക്ക് പോവുകയാണ്. സുജയെ ഒരു പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ വിമർശിച്ചിട്ടുള്ള ഒരാൾ ഞാനായിരിക്കാം. സ്വാഭാവികം. എനിക്ക് സുജയെ പണ്ട് ഏഷ്യാനെറ്റിൽ ജോലി ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരുന്നു. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന, വിഷയമൊക്കെ നന്നായി പഠിച്ചിട്ട് വരുന്ന പല ജേർണലിസ്റ്റുകളെയും എനിക്ക് ഇഷ്ടമാണ്. അതുപോലെ സുജയെയും ഇഷ്ടമായിരുന്നു. വിവരമില്ലാത്തവനാണെങ്കിലും സത്യം പറയൂ. എന്നാൽ ശബരിമലയിൽ സ്ത്രീ പ്രവേശനമാകാമെന്ന് സുപ്രീം കോടതി വിധി വരുന്നു. ഏഷ്യാനെറ്റ് ആ വാർത്തകൾ വളരെ അഗ്രസീവായി കവർ ചെയ്യുന്നു. അതിനിടയിലാണ് കേട്ടത് സ്ഥാപനത്തിന്റെ വാർത്താ റിപ്പോർട്ടിംഗിലും നിലപാടിലുമൊക്കെ വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് ശബരിമല വിഷയത്തിലെടുത്ത നിലപാട് ഏഷ്യാനെറ്റിന്റെ തെറ്റാണെന്ന് പറഞ്ഞ് സുജയ പുറത്തേക്ക് പോകുന്നു എന്ന് കേട്ടു. അപ്പൊ മുതലേ സുജയുടെ രാഷ്ട്രീയം വെളിപ്പെടുത്തി. അപ്പൊ തൊട്ട് എനിക്ക് സ്വാഭാവികമായി അകൽച്ചയുണ്ടായി. കാരണം സംഘപരിവാറുകാരോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. അതിനുശേഷം സുജയുടെ രാഷ്ട്രീയ നിലപാട് സുജ ഒളിച്ചു വെച്ചിട്ടേയില്ല. സംഘിയായി തന്നെ നിന്നു. 24 ചാനലിൽ പോയി. അവിടെ നിന്നും ഏതോ സംഘപരിവാറിന്റെ ഒരു വേദിയിൽ പോയി രാഷ്ട്രീയം പ്രസംഗിച്ച് സ്ഥാപനത്തോട് പിണങ്ങി റിപ്പോർട്ടറിലേക്ക് പോയി. റിപ്പോർട്ടറിലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ മറയില്ലാതെ സംഘപരിവാർ രാഷ്ട്രീയം പറഞ്ഞു, മോദിയെ പുകഴ്ത്തി. കേരള BJPക്ക് ഒരു വലിയ വോയിസ് ആയിട്ട് സുജയ പാർവതി മാറി. ഒന്നുകിൽ കളരിക്ക് പുറത്ത് അല്ലെങ്കിൽ ആശാന്റെ നെഞ്ചത്ത്. നികേഷിന്റെ ലെഗസിയാണ് റിപ്പോർട്ടർ TV എന്ന് പറയുന്നത്. ആദ്യം തന്നെ നികേഷിനെ വെല്ലുവിളിച്ച് നെഞ്ചത്ത് ചാടി കളിച്ചുകൊണ്ട് ചോദ്യം ചെയ്തുകൊണ്ട് അപമാനിച്ചും സുജയ സംഘികളുടെ കയ്യടി നേടി. പിന്നെ നികേഷ് കിട്ടിയ പൈസയും വാങ്ങി മാനവും ജീവനും കൊണ്ട് ഓടിത്തള്ളി അവിടെ നിന്ന് രക്ഷപ്പെട്ടു. പിന്നീട് സുജയ അരുണിനോടും ആന്റോ മുതലാളിയോടും സ്മൃതിയോടുമൊക്കെ കൊമ്പ് കോർത്തു. പല തർക്കത്തിലും സുജയ തന്നെ ജയിച്ചു എന്ന് പറയാം. പലപ്പോഴും ആന്റോയും അരുണും ഒക്കെ സുജയ്ക്ക് മുന്നിൽ നാണം കെടുന്നത് നമ്മൾ കണ്ടു. അതുകൊണ്ട് ഇപ്പൊ എന്താ? ചിലപ്പോഴൊക്കെ അരുൺ സുജയ്ക്ക് മുന്നിൽ ജയിച്ചു. അവസാനം സുജയ റിപ്പോർട്ടിൽ നിന്നും പിണങ്ങി ഇറങ്ങി ബിഗ് ടിവിയിൽ പോകുന്നു എന്നാണ് ഇപ്പോൾ കേൾക്കുന്നത്. ഏഷ്യാനെറ്റിൽ നിന്നും 24-ൽ നിന്നും റിപ്പോർട്ടറിൽ നിന്നും സുജയ പിണങ്ങിയും പൊരുതിയും തന്നെയാണ് ഇറങ്ങിപ്പോകുന്നത്. പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ, ആദ്യം സുജയ ഇരുന്ന് സംഘി രാഷ്ട്രീയം പറയുന്നതാണോ നമുക്ക് ഭയങ്കര ചളിപ്പരുന്ന അയ്യേന്ന് ചാണകം ചവിട്ടിയ പോലത്തെ ഒരു വിഷയം ഉണ്ടായിരുന്നേ. നികേഷ് കുമാറാണ് ഈ ചതി നമ്മളോട് ചെയ്തു എന്നൊക്കെ ആണ് ഞാൻ കരുതിയിരുന്നത്. കാരണം അന്ന് വരെ ഒരു സംഘിക്ക് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമത്തിലിരുന്ന് പ്രൈം ടൈമിൽ ഇതുപോലെ സംഘി രാഷ്ട്രീയം പറയാൻ അവസരം കിട്ടിയിട്ടില്ലായിരുന്നു. ആദ്യത്തെ ആള് സുജയാണ്. സുജി അത് പറഞ്ഞുകൊണ്ടേയിരുന്നു ആ സ്ഥലം ഉപയോഗിച്ച്. എന്നാൽ കുറച്ചു കാലം കഴിഞ്ഞപ്പോ എനിക്ക് തോന്നാൻ തുടങ്ങി, നിങ്ങൾക്കും ചിലപ്പോൾ തോന്നിക്കാണും, ഈ മീറ്റ് ദ എഡിറ്റേഴ്സിൽ ഇരിക്കുന്നവരിൽ ഏറ്റവും ഭേദം സുജയാണെന്ന് തോന്നാൻ തുടങ്ങി. ചുമ്മാ തോന്നിയല്ല. കാരണം ഒന്ന്, വിഷയം ഏതുമായിക്കൊള്ളട്ടെ സുജി അത് നന്നായി പഠിച്ചിട്ടേ ചർച്ചയ്ക്ക് വരും. അത് ശരിയാണോ തെറ്റാണോ എന്നല്ല, വിഷയം പഠിക്കും. 24/7 365 ഡേയ്സ് സുജി അവിടെ ജോലി ചെയ്യുന്നത് കാണാൻ തുടങ്ങി. രണ്ട്, എന്റെ രാഷ്ട്രീയം സംഘി രാഷ്ട്രീയമാണെന്ന് പച്ചയ്ക്ക് പറഞ്ഞാണ് സുജയ രാഷ്ട്രീയം പറഞ്ഞത്. ഒന്നും തന്റെ രാഷ്ട്രീയം എവിടെയും ഒളിച്ചു വെച്ചില്ല, ഒളിച്ചു കടത്തിയില്ല. 3, എന്നാൽ അരുണും സ്മൃതിയും ഉണ്ണി ബാലകൃഷ്ണനും ആന്റോയും ഒക്കെ നിഷ്പക്ഷരാണെന്ന് അഭിനയിച്ചുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയം പച്ചയ്ക്ക് പറയാൻ തുടങ്ങി. 4, ഒരാൾ തന്റെ രാഷ്ട്രീയം ഇതാണെന്ന് പ്രഖ്യാപിച്ച് രാഷ്ട്രീയം പറയുന്നതും മറ്റുള്ളവർ രാഷ്ട്രീയം ഒളിച്ചു കടത്തുന്നതും തമ്മിൽ ഒരേ വേദിയിൽ കാണുമ്പോൾ ഭയങ്കര വ്യത്യാസമുണ്ട്. സുജയ സംസാരിക്കുമ്പോൾ നമ്മളത് കേൾക്കുന്നത് സംഘിയായ സുജയ പറയുന്നു എന്ന് തന്നെയാണ്. അതിൽ യോജിപ്പുള്ളത് നമുക്ക് എടുക്കാം, വിയോജിപ്പുള്ളതും രാഷ്ട്രീയം പറയുന്നതും നമുക്ക് വിട്ടുകളയാം. എന്നാൽ നിഷ്പക്ഷർ എന്ന് പറഞ്ഞുകൊണ്ട് വരികൾക്കിടയിൽ രാഷ്ട്രീയം കലർത്തുന്നത് പച്ചയായ അശ്ലീലമാണ്. അങ്ങനെ പോകെ സുജയ്ക്ക് ഫാൻസ് ഭയങ്കരമായി കൂടി. അതിലെല്ലാ രാഷ്ട്രീയക്കാരും ഉണ്ടായിരുന്നു. കാരണം സുജി ഒന്നും ഒളിച്ചു കടത്തിയില്ല. വിഷയം ഏതുമാകട്ടെ അത് പഠിച്ചു വന്ന് പോയിന്റ് 1, 2, 3 എന്ന് പറഞ്ഞു സംസാരിക്കാൻ തുടങ്ങി. എനിക്കും ഇപ്പൊ സുജയോട് പഴയ എതിർപ്പില്ല എന്നാണ് പറഞ്ഞു വന്നത്. കാരണം നിങ്ങൾ ചാനലുകളിലേക്ക് നോക്കൂ, എല്ലാവരും രാഷ്ട്രീയം പറയുന്നു. എല്ലാ ആങ്കർമാരും വാർത്തകൾ അവനവന്റെ രാഷ്ട്രീയത്തിനൊത്ത് വളച്ചൊടിക്കുന്നു. പിന്നെ നമ്മൾ എന്തിനാണ് ഈ സുജയനെ മാത്രം സംഖ്യ എന്ന് പറഞ്ഞ് പുച്ഛിച്ചുകൊണ്ടിരിക്കുന്നത്? അറ്റ്ലീസ്റ്റ് സുജയ വിഷയം പഠിക്കുകയും ഭംഗിയായി അവനാ സംസാരിക്കുന്നതിനെ കുറിച്ച് ബോധമുള്ള ആളാണ്. പറഞ്ഞു വന്നത്, റിപ്പോർട്ടറിൽ ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് നല്ല വിയോജിപ്പായിരുന്നു. സുജയ പടിയിറങ്ങുമ്പോൾ എനിക്ക് അങ്ങനെ വിയോജിപ്പൊന്നും ഇപ്പൊ തോന്നുന്നില്ല എന്നാണ്. 24-ൽ സുജയുടെ ഗോഡ് ഫാദർ അല്ലെങ്കിൽ മിത്രം ആയിരുന്നു അനിൽ അയിരൂർ. അനിൽ അയിരൂർ റിപ്പോർട്ടറിൽ പോയപ്പോ സുജയും പോയി. സ്വാഭാവികമായിട്ടും അനിൽ അയിരൂര് ബിഗ് ടിവി എന്ന് പറഞ്ഞൊരു വമ്പൻ പ്രോജക്റ്റുമായി വരുമ്പോൾ സുജയെ പോകാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ വളരെ മുമ്പേ വിചാരിച്ചിരുന്നു. അതിപ്പോ നടക്കുകയാണ്. ഇനി പുതിയ ആന്റോയുടെ പുതിയ റിപ്പോർട്ടറിനെ കുറിച്ച് പറയാം. നികേഷിന്റെ ലെഗസിയാണ് ആന്റോയുടെ മൂലധനം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. പല ചാനലിലുമുള്ള പല ജേർണലിസ്റ്റുകളെക്കാളും മിടുക്കനാണ് ആന്റോ എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല. ഞാനത് അംഗീകരിക്കുന്നു. ജനാധിപത്യം, സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നൊക്കെ 24 മണിക്കൂറും വിളിച്ചു കൂകുന്ന റിപ്പോർട്ടർ TV അതേ നികേഷിന്റെ ലെഗസിയുടെ പുറത്ത്
ആൻഡോ കയറി നിൽക്കുന്ന റിപ്പോർട്ടർ TV 2 മാസം മുമ്പ് ബാംഗ്ലൂരിലെ ഒരു കോടതിയിൽ പോയിട്ട് ഒരു ഓർഡർ വാങ്ങി. റിപ്പോർട്ടർ TVക്കെതിരായ എല്ലാ വ്യാജ വാർത്തകളും അപകീർത്തികരമായ വാർത്തകളും പിൻവലിക്കണം, ഡിലീറ്റ് ചെയ്യണമെന്നായിരുന്നു ആ കോടതി വിധി. ബാംഗ്ലൂരിൽ പോയാൽ വാങ്ങിയെന്ന് ഓർക്കണം. അതിൽ 24 ചാനൽ ഒഴികെയുള്ള എല്ലാ മുഖ്യധാരാ മാധ്യമങ്ങളുടെ പേരുണ്ടായിരുന്നു. 24 ഇല്ലാത്ത ഗോകുലം ഗോപാലൻ 2 ആളിന്റെ ഓണറായിട്ടുണ്ട്. ആ ഓർഡറിന്റെ ബലത്തിൽ ആൻഡോ യൂട്യൂബിനും മെറ്റയ്ക്കും ഒക്കെ കത്തയച്ച് സോഷ്യൽ മീഡിയയിൽ ആൻഡോക്ക് ഇഷ്ടമില്ലാത്ത എല്ലാ വാർത്തകളും റിമൂവ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. വാർത്തകൾ ഡിലീറ്റ് ചെയ്യിപ്പിച്ചപ്പോൾ യൂട്യൂബർമാരെ കൂടി ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയാണ് വാർത്തകൾ ഡിലീറ്റ് ചെയ്ത്. ഏറ്റവും വലിയ തമാശ, വ്യാജ വാർത്ത എന്ന് പറഞ്ഞ് ലിസ്റ്റ് ചെയ്തത് ഏതൊക്കെ അറിയോ? ആൻഡോ മരമുറി കേസിൽപ്പെട്ടത്, മാംഗോ ഫോൺ തട്ടിപ്പ് തുടങ്ങിയ വാർത്തകളൊക്കെ ആയിരുന്നു. അതാത് സമയത്ത് ആൻഡോ ചെയ്ത ഓരോ പോക്രിത്തരങ്ങളുടെ വാർത്തയും ആൻഡോ ഇതിന്റെ മറവിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഏഷ്യാനെറ്റ് ഇതിനെതിരെ കോടതിയിൽ പോയി. ഏഷ്യാനെറ്റിനെ കോടതിയിൽ വാദിച്ച് ജയിക്കേണ്ടി ഒന്നും വന്നില്ല, കഷ്ടപ്പെടേണ്ടി വന്നില്ല. അതിനു മുമ്പ് ഹർജി പിൻവലിച്ച് ആൻഡോ ഓടിത്തള്ളി. ആൻഡോയുടെ വക്കീൽ 2ാമത്തെ ദിവസം പറഞ്ഞ ഈ ആൾക്ക് കേരളത്തിൽ തട്ടിപ്പ് കേസ് ഉണ്ട് എന്നൊന്നും എനിക്കറിയില്ലായിരുന്നു എന്നാണ് വക്കീൽ പറയുന്നത്. വാർത്താവിലക്ക് കേസിൽ റിപ്പോർട്ടർ TV ഉടമകളെ കോടതിയിൽ തള്ളിപ്പറഞ്ഞ അഭിഭാഷകൻ. മുട്ടിൽ മരമുറി, മാംഗോ ഫോൺ തട്ടിപ്പ് കേസുകളിൽ റിപ്പോർട്ടർ ഉടമകൾ പ്രതിയാണെന്ന കാര്യം അറിയാതെയാണ് വാർത്താവിലക്ക് ഹർജി ഫയൽ ചെയ്തതെന്നും അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. എന്റെ കുറെ വീഡിയോ ഒക്കെ ആൻഡോ ഈ കൂട്ടത്തിൽ അടിച്ചു കളഞ്ഞേ. ഏതൊക്കെയാണെന്ന് കേട്ടാൽ നിങ്ങൾക്ക് ചിരി വരും. ശോഭാ സുരേന്ദ്രൻ നടത്തിയ വാർത്താ സമ്മേളനമൊക്കെയാണ് ആൻഡോ അടിച്ചു കളയുന്നത്. ശോഭാ സുരേന്ദ്രൻ വാർത്താ സമ്മേളനം നടത്തിയാൽ ആൻഡോയ്ക്ക് പരാതി ഉണ്ടെങ്കിൽ ശോഭയ്ക്കെതിരെ കോടതിയിൽ പോവല്ലേ വേണ്ടത്, അല്ലാതെ അത് റിപ്പോർട്ട് ചെയ്തവർക്കെതിരെ പോയിട്ട് എന്ത് കാര്യമാണുള്ളത്? അപ്പൊ ഇതൊക്കെയാണ് റിപ്പോർട്ടർ TVയുടെ ജനാധിപത്യം, സ്വാതന്ത്ര്യം, മാധ്യമ സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം ഒക്കെ. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരെക്കാളൊക്കെ ഭേദം സുജയാണെന്ന് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ ഇരട്ടത്താപ്പൊന്നും സുജയിക്കില്ല. ഞാൻ സംഗീതരം പറയുന്നു. ആ സത്യസന്ധതയാണ് റിപ്പോർട്ടറിലെ ബാക്കിയുള്ളവരുടെ ഇരട്ടത്താപ്പിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു എന്നാ പറഞ്ഞത്. ആദ്യം ഉണ്ണി ബാലകൃഷ്ണൻ പോയി, ഇപ്പൊ സുജയ് പോകുന്നു. എനിക്ക് റിപ്പോർട്ടറിന് കാര്യമായൊരു പ്രശ്നമുണ്ടെന്ന് തോന്നിയത് ഈ PV അൻവർ പാർട്ടി വിടുന്ന ആ സമയത്തെ വാർത്തകളിലാണ്. റോക്കറ്റ് വിടുന്ന പോലെയായിരുന്നു റിപ്പോർട്ടറിന്റെ ഈ വിഷയത്തിലെ വാർത്താ അവതരണം. എന്നിട്ട് ഒരു പോലീസുകാരനെ ഏതോ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്തു എന്നൊരു ഭയങ്കര ഒരു സെൻസേഷണൽ ന്യൂസ് അവർ കൊണ്ടുവന്നു. ആ വാർത്തയ്ക്ക് എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് കണ്ടപ്പോഴേ തോന്നി ആ വാർത്ത ഇപ്പോഴും സത്യമാണെന്ന് തെളിയിക്കാൻ റിപ്പോർട്ടറിനോ PV അൻവറിനോ സാധിച്ചു എന്ന് എനിക്ക് കരുതില്ല. അങ്ങനെ പിന്നെ പല പല വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടു. പിന്നെ നോക്കിയപ്പോ എല്ലാ വാർത്തകളും വാർത്തയുടെ പ്രാധാന്യത്തിനപ്പുറത്തേക്ക് കത്തിച്ച് റോക്കറ്റ് വിടുന്നതാണ് കാണുന്നത്. എല്ലാ ചാനലും ഇങ്ങനെയൊക്കെ തന്നെയാട്ടോ. നിങ്ങളുടെ മനസ്സിലും പല വാർത്തകളും വരുന്നുണ്ടാവും. ഞാനിപ്പോൾ റിപ്പോർട്ടറിൽ പറഞ്ഞ പോലെ അവർ റോക്കറ്റ് വിട്ട വാർത്തകൾ കമൻ്റായിട്ടാണ് നമുക്കെല്ലാം വീണ്ടും ഒന്നുകൂടെ ഓർമ്മിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് റിപ്പോർട്ടർ TVയെ കുറിച്ചും ആൻഡോ, സുജയ, സ്മൃതി, അരുൺ ഇവരെ കുറിച്ചൊക്കെയുള്ള അഭിപ്രായം? അപ്പൊ സുജയ നന്നായി വാ.